ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിക്ക് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2024 LDCക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികൾക്കും സിമ്പിളായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റഡി പ്ലാൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പറ്റുമെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും നിങ്ങളൊരു 50 മാർക്കിലേക്കും എത്താത്തൊരു ഉദ്യോഗാർത്ഥിയാണ്, ഒരു ബിഗിനറാണ്, അതേപോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ ഒന്നും ഒരു സ്ഥലത്തും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ കറക്റ്റായിട്ട് പഠനം എന്ന് പറയുന്നത് കറക്റ്റായിട്ടൊരു ലെവലിൽ പഠിച്ചു പോകാൻ പറ്റുന്നില്ല. ഓൺലൈൻ ക്ലാസ്സുകൾ കാണുന്നു, പെൻഡിങ് ആണ് എല്ലാം. അതേപോലെ തന്നെ റാങ്ക് ഫയൽ എടുത്ത് പഠിക്കുന്നു, അതും അവിടെ ഇവിടെയൊക്കെ പഠിച്ച് ഒരു അവിയൽ പരുവത്തിലായി നിൽക്കുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ വീണ്ടും 50 മാർക്കിൽ താഴേക്ക് പോകുന്നു. 20, 25, 30 മാർക്കുകളിലൊക്കെ ആയിട്ട് എത്തി നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾ, ഇവർക്കൊക്കെ വേണ്ടിയിട്ടും അതേപോലെ തന്നെ പല ഉദ്യോഗാർത്ഥികൾ കമ്പൈൻ സ്റ്റഡികളൊക്കെ ആയിട്ട് ഇപ്പോൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അവരൊക്കെ പഠിക്കുന്നത് കുറേ റാങ്ക് ഫയൽ നോക്കി പഠിച്ചതിന് ശേഷം പിന്നീടും എന്ത് തന്നെയാണ്, സ്ഥിരം ടോപ്പിക്കുകളെ വീണ്ടും 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 പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ വീട്ടമ്മമാരായിട്ടുള്ള കുറേ ഉദ്യോഗാർത്ഥികളുണ്ട്, അവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് കോമൺ ആയിട്ട് ഒരു PSC ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാവുന്ന ലെവലിലാണ് നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം, ഈ ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ ഇടുമ്പോൾ തികച്ചും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിൽ നിന്നും അതേപോലെ തന്നെ പല ഉദ്യോഗാർത്ഥികളുടെ അടുത്ത് നമ്മൾ ചോദിച്ചതിന് ശേഷവും ഒക്കെയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാൻ ആണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. അതേപോലെ നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും ഐഡിയാസ് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ നിങ്ങളൊന്ന് നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക. നമുക്ക് അടുത്തൊരു ദിവസം ഒരു വീഡിയോ ആയിട്ട് മറ്റുള്ളവരിലേക്കും അത് എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെയധികം ഉപകാരപ്പെടും. കാരണം അത്രത്തോളം, അതായത് LDC 2024 എന്ന് പറയുന്നത് ഇനി കിട്ടിയില്ലെങ്കിൽ മുന്നോട്ടേക്കുള്ള പഠനം എന്ന് പറയുന്നത് ഇനി ഒരിക്കലും ഇല്ലാത്ത ആളുകൾ കുറേ ആളുകളുണ്ട്. അതേപോലെ തന്നെ അവസാന ചാൻസുമായിട്ട് വന്നിരിക്കുന്ന ഒത്തിരി ഉദ്യോഗാർത്ഥികളുണ്ട്. അതേപോലെ തന്നെ ഇനി ഒരു ജോലി എന്ന് പറയുന്നത് കിട്ടിയില്ലെങ്കിൽ പ്രൈവറ്റ് ഫേമിലേക്ക് മാറേണ്ട അവസ്ഥയുമായിട്ട് എത്തി നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ഈ ഒരു ചാനലിലുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടി ഉപകാരപ്രദമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അത് എന്ത് തന്നെയാണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. കാരണം എല്ലാവരും രക്ഷപ്പെട്ട് എല്ലാവരും ഒരു ജോലിക്ക് കിട്ടി നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകണമെന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, കാര്യങ്ങളിലേക്ക് പോകാം. നമ്മൾ പറയുന്നത് LDC 2024 ഈ ഒരു സിമ്പിൾ സ്റ്റഡി പ്ലാൻ എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മുടെ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കി നമ്മളാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അത് ആദ്യം തന്നെ നിങ്ങളുടെ അടുത്ത് പറയാണ്. കാരണം നിങ്ങളുടെ അവസ്ഥ, നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ക്ലാസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോകുന്ന ആളുകളാണ്, അവർക്ക് മെന്റർ ഉണ്ടാവും, അവർക്ക് നിങ്ങളുടെ സാഹചര്യം എന്താണെന്നുള്ളത് അറിയത്തില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ നിലവിലത്തെ റേഞ്ച് എന്നാന്നുള്ളത് എനിക്കറിയത്തില്ല. കാരണം ഒരു PSC ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കഴിയുമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ റേഞ്ച് ഓരോ സബ്ജക്റ്റിനും എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ വാല്യുവേറ്റ് ചെയ്യുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. ചിലപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ഒരു ക്ലാസ്സിലോ ഓൺലൈൻ ക്ലാസ്സിലോ ഒന്നും പറയത്തില്ല. കാരണം ഇതൊക്കെ ബിസിനസ് ലെവലിൽ മാത്രം മുന്നോട്ടേക്ക് പോകുന്നതുകൊണ്ട് മാത്രം എന്ത് ചെയ്യത്തില്ല, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റേഞ്ച് എന്താണെന്ന അടിസ്ഥാനത്തിൽ നിങ്ങൾ ഓരോ മാസവും നിങ്ങളെ തന്നെ അനലൈസ് ചെയ്ത് ചെയ്യുമ്പോൾ നിങ്ങളുടെ റേഞ്ച് കൂടുന്നില്ല എന്നുള്ളത് കാണുമ്പോൾ പിന്നീട് ഒരിക്കലും അവർക്ക് നിങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് ഇങ്ങനെ പ്രസംഗിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യത്തില്ല, ഈ പറയുന്ന കാര്യങ്ങളൊന്നും ആരും നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരത്തില്ല. അത് ആദ്യം തന്നെ മനസ്സിലാക്കുക. ആദ്യം നിങ്ങൾ നോക്കേണ്ടത്, അതായത് കോർ സബ്ജക്റ്റുകളായിട്ടുള്ള ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എന്ന് പറയുന്ന ഈ 3 സബ്ജക്റ്റ് നിങ്ങളൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വർക്കൗട്ട് ചെയ്യുമ്പോൾ എത്ര മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുള്ളത് ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യുക. അതിപ്പോൾ നിങ്ങൾ സൈലം എടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണ്, എൻട്രി എടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണ്, അതേപോലെ തന്നെ എഡ്യൂപോർട്ട്, അങ്ങനെ ഒത്തിരി 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 ഓൺലൈൻ കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് ഏത് ഉദ്യോഗാർത്ഥിയാണെങ്കിലും ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്, ഒരു ഓൺലൈൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സിലോ നിങ്ങൾ ചേരുമ്പോൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ മാർക്ക് ഇന്ന് നിലവിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നിങ്ങളുടെ റേഞ്ച് എന്താണെന്നുള്ളത് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ
ഇംഗ്ലീഷിന് എത്ര മാർക്ക്, മലയാളത്തിന് എത്ര മാർക്ക്, അതേപോലെ തന്നെ മാത്സിന്. ഇനി നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർ സബ്ജക്റ്റിന്റെ കൂടെ കിടപിടിച്ചിരിക്കുന്ന മറ്റൊരു സംഭവമാണ് കറണ്ട് അഫയേഴ്സ്. എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്ന് നോക്കുക. അതേപോലെ തന്നെ ഹിസ്റ്ററി, ജോഗ്രഫി, അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ്, കേരള ഭരണം, ഭരണ സംവിധാനം, അങ്ങനെയുള്ള ഓരോ സുപ്രധാന നിയമങ്ങൾ എല്ലാത്തിനും എത്ര മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അത് ചെയ്തതിന് ശേഷം പിറ്റേ മാസം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന സാധനം എത്ര ഇംപ്രൂവ് ആയിട്ടുണ്ടെന്ന് നിങ്ങൾ നോക്കുക. ഇംപ്രൂവ് ആയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പഠനം എന്ന് പറയുന്നത് അട്ടർ ഫ്ലോപ്പാണ്. നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. അല്ലാതെ നിങ്ങൾ അവിടെ എന്തൊക്കെയോ കണ്ടുകൂട്ടി, എന്തൊക്കെയോ ചെയ്തു കൂട്ടി, ഇതൊന്നും പഠനമല്ല. സത്യമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, ഇതൊരു പഠനമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എന്നിട്ടും ഒരു മാസം കഴിഞ്ഞിട്ടും ഇതിൽ ഇംപ്രൂവ് ആയിട്ടില്ലെങ്കിൽ നിർത്തിക്കോ പരിപാടി. അല്ലെങ്കിൽ മക്കളെ, പണി എന്ന് പറയുന്നത് 8ന്റെ പണി കിട്ടും. ഇനി അത്രയ്ക്ക് കോൺഫിഡൻസ് ആണ് നിങ്ങളുടെ എഡ്യൂക്കേറ്റേഴ്സിനെയും അതേപോലെ തന്നെ നിങ്ങൾ ഈ പറയുന്ന ആപ്ലിക്കേഷനെയും നിങ്ങൾ അത്രത്തോളം എന്താണ് കോൺഫിഡൻ്റ് ആണെങ്കിൽ പിറ്റേ മന്ത്, അതായത് നമ്മൾ 2ാമത്തെ മാസം നമ്മൾ എടുത്തു നോക്കുക എത്ര ഇംപ്രൂവ് ആയിട്ടുണ്ടെന്ന്. അന്നും നിങ്ങൾ ഈ പറയുന്ന മാർക്കിനേക്കാൾ കൂടുതലല്ലാതെ കുറഞ്ഞു പോവുകയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ ഇതിന് നിൽക്കരുത്, നിർത്തിക്കോ, പരിപാടി നിർത്തിക്കോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. LDC എന്ന് പറയുന്നത് എല്ലാവരും പഠിച്ച് അവർ ജോലിക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് നോക്കി നിൽക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, സംഭവം അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞോ. നിങ്ങളുടെ സാഹചര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഒരു ദിവസം എത്ര സമയം പഠിക്കാൻ കിട്ടും? ആദ്യം നമുക്ക് നോക്കാം മോർണിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് എത്ര സമയം പഠിക്കാനായിട്ട് കിട്ടും? നമ്മൾ രാവിലെ ഒരു 4 മണിക്കെങ്കിലും എന്ത് ചെയ്യുക, എണീക്കാനായിട്ട് ശ്രമിക്കുക. 4 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നമുക്ക് 4 മണി മുതൽ 5, 6 2 മണിക്കൂർ വേണമെങ്കിൽ 2.5 മണിക്കൂർ 6 വരെയും കിട്ടും. നമുക്ക് വേണമെങ്കിൽ ആ ഒരു സമയം എന്ന് പറയുന്നത് നമുക്ക് 2.5 മണിക്കൂർ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് പഠിക്കാനായിട്ട് കിട്ടുമെന്ന് വിചാരിക്കുക. 2.5 മണിക്കൂർ നമുക്ക് രാവിലെ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാനായിട്ട് കിട്ടും. 2.5 മണിക്കൂർ. ഓക്കെ, ഇനി 2.5 മണിക്കൂർ പഠിക്കുന്ന ഉദ്യോഗാർത്ഥി അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നീടും നമുക്ക് എന്തുണ്ട്, ഈ പറയുന്ന ഈവനിങ് എന്ന് പറയുന്ന സമയമുണ്ട്. ഈവനിങ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര മണിക്കൂർ പഠിക്കാനായിട്ട് കിട്ടും? ഈവനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 3 മണി ടു 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 ടു 2 6 വേണമെങ്കിൽ നമുക്ക് കിട്ടും. വേണമെന്ന് വച്ചാൽ ഇതൊക്കെ ആവശ്യമാണ് നമ്മളെ എങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. ജോലി എന്നൊരാവശ്യം തീവ്രമായിട്ട് നമ്മുടെ ഉള്ളിലുണ്ട്. അത് നമ്മുടെ ആവശ്യമല്ല, അത്യാവശ്യമാണെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കും. വീണ്ടും നമുക്കൊരു 2 മണിക്കൂർ കിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം 8 ടു 9 10 മണിക്ക് നിങ്ങൾ ഫ്രീ ആവും. 10 മണിക്ക് ഫ്രീ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 11, 12 2 മണിക്കൂർ കൂടി എടുക്കാം. കാരണം 1, 2, 3, 4, 5, 6 മണിക്കൂർ നമുക്ക് എന്താ ചെയ്താൽ മതി, 4 മണിക്കൂറുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് 12 മണിക്ക് വേണ്ട, നമുക്ക് നൈറ്റ് എന്ന് പറയുന്നത് തുടക്കത്തിൽ നമ്മൾ ഒത്തിരി നേരം ഒന്നും ഇരിക്കേണ്ട. ഒരു 9 മണിക്ക് എന്ത് ചെയ്യുക, പണികളെല്ലാം ഏകദേശം തീർക്കുക. അല്ലെങ്കിൽ ഒരു 9:30 പണികളൊക്കെ തീർക്കുക. വീട്ടമ്മമാരും ബാക്കി സംഭവങ്ങളും, അല്ലാത്തവർക്ക് അതിൽ കൂടുതൽ സമയമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പറയുന്ന ലെവലിലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ടും അതേപോലെ തന്നെ പഠിക്കാനായിട്ട് ഏകദേശം നമുക്ക് അപ്പോഴും കിട്ടും ഒരു 2 മണിക്കൂർ വേണമെന്ന് വെച്ചാൽ. മൊത്തം നമുക്ക് 6.5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 6 മണിക്കൂറെങ്കിലും ഒരു ദിവസം കിട്ടാവുന്ന ലെവലിൽ നമ്മൾ സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 6 മണിക്കൂർ നമ്മൾ പഠിക്കാനായിട്ട് നിങ്ങൾ മാറ്റി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഒരു ദിവസം നമുക്ക് 6 മണിക്കൂറെങ്കിലും ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നമ്മൾ ടൈറ്റ് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 6 മണിക്കൂറെങ്കിലും കിട്ടും. അത് ഞാൻ പറഞ്ഞത്, അതായത് നിലവിലൊരു ജോലിക്ക് പോകുന്നു, അതേപോലെ തന്നെ ഒരു വീട്ടമ്മയാണ്, അതിന് കൂടുതൽ സമയം നമുക്ക് കിട്ടും. പക്ഷെ 6 മണിക്കൂറെങ്കിലും നിങ്ങൾ പഠിക്കാനായിട്ട് എന്ത് ചെയ്യുക, സമയം കണ്ടെത്തുക. ഈ 6 മണിക്കൂർ പഠിക്കേണ്ടത് എന്താണെന്ന് ഉള്ളതിനെ കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതായത് നമുക്ക് പഠിക്കേണ്ട ഒരു 75 ടോപ്പിക്സുകൾ നിലവിൽ PSC എക്സാമിന് വേണ്ടി പഠിപ്പിക്കുന്ന ഹോട്ട് ടോപ്പിക്സ് എന്നറിയപ്പെടുന്ന 75 ടോപ്പിക്സ് ഉണ്ട്. ഈ 75 ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ, നിങ്ങൾക്കൊരു 75 to 80 മാർക്കിലേക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. 75 ടോപ്പിക്സ്. ഇതൊന്നും ആരും പറഞ്ഞു തരില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞു തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നാളെ പഠിച്ച്
ഈ 75 ടോപ്പിക്സുകൾ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നാളെ ഈ പെയ്ഡ് കോഴ്സിലൊന്നും ചേരാൻ ആളില്ലാതെ ആയി പോകും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല, ഇതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് ആരും പറഞ്ഞു തരത്തില്ല. പക്ഷേ എനിക്ക് അതിനെക്കുറിച്ചൊന്നും നോക്കേണ്ട കാര്യമില്ല, ഞാനൊരു പെയ്ഡ് കോഴ്സും ചെയ്യുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം, ഈ 75 ടോപ്പിക്സ് എന്ന് പറയുന്നതാണ് നമുക്ക് PSC എക്സാമുകളിൽ കാലാകാലങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന, ഏകദേശം ഞാനിന്ന് റിസർച്ച് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് 10 വർഷത്തോളം 10 വർഷത്തോളം ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു പഠനം നടത്തിയതിൻ്റെ കെയർ ഓഫിലാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അതായത് ഈ പറയുന്ന 2015 മുതൽ 2024 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അതായത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ PSC എക്സാമുകളിൽ ചോദിച്ച ഈ 75 ടോപ്പിക്ക് അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. നിങ്ങൾക്ക് എന്ത് കിട്ടാനായിട്ട്, ഈ പറയുന്ന LDC 2024 അടിക്കാനായിട്ട് ആകെ പഠിക്കേണ്ടത് ഈ 75 ടോപ്പിക്സുകൾ മാത്രം. അത് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ്, അങ്ങനെ എല്ലാ ഭാഗത്തിൽ നിന്നും നമുക്ക് പഠിക്കേണ്ടതാണ് ഈ 75 ടോപ്പിക്സ്. അത് ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് അങ്ങ് തരും. അത് മാത്രം പിന്നെ എന്ത് ചെയ്താൽ മതി, ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, ഇനി നമുക്ക് നോക്കിയേ, ഇനി നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ഇംഗ്ലീഷ് നിങ്ങൾ പഠിക്കുക. ഇംഗ്ലീഷ് പഠിക്കാതെ ഒരു രക്ഷയില്ല. 10 മാർക്കാണ്. 10 മാർക്കിൽ ഒരു 8 മാർക്കെങ്കിലും നമുക്ക് സ്കോർ ചെയ്യേണ്ടി വരും. നിങ്ങൾ വെറുതെ അനാവശ്യമായിട്ട് പല പല കാര്യങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്ത് പഠിച്ചു പോകരുത്. ഇംഗ്ലീഷ് പഠിക്കുക. അടുത്തത് CA കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ്. 20 മാർക്കാണ് തന്നെ ഡെയിലി ഓരോ മാസത്തെയും കറണ്ട് അഫയേഴ്സ്. ഞാൻ നിങ്ങൾക്ക് 2021 മുതൽ 2024 വരെ ഓരോ മാസത്തെ കറണ്ട് അഫയേഴ്സ് വളരെ നീറ്റായിട്ട് സെറ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഒറ്റ ആൾക്കാർ പോലും അത് ഒരു വിലയും കൽപ്പിക്കുന്നില്ല, കാണുന്നുമില്ല. 100, 120, 140 വ്യൂസ് വരെ വന്നു. ഏകദേശം 15,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലിൽ. ഞാൻ അതുകൊണ്ട് മാനസികമായിട്ട് സങ്കടം വന്നുകൊണ്ടാണ് ഞാൻ ആ ഒരു കറണ്ട് അഫയേഴ്സ് സീരീസ് ഞാൻ നിർത്തിയത്. അത് ഞാൻ PSC ബുള്ളറ്റിനിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഓരോ മാസത്തെയും ഏകദേശം 250ഓളം ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന കറണ്ട് അഫയേഴ്സ് ആണ് നിങ്ങൾക്ക് തന്നത്. ഏറ്റവും കൂടുതൽ PSC ചോദിക്കുന്നത്. പക്ഷേ നിങ്ങൾ അതിന് യാതൊരു വിലയും കൽപ്പിക്കാത്തതുകൊണ്ടാണ് ഞാൻ ആ പരിപാടി അവിടെ വെച്ച് ക്ലോസ് ചെയ്തത്. പക്ഷെ നിങ്ങൾ മര്യാദയ്ക്ക് അതിരുന്ന് പഠിക്കുകയാണ്, കാണുകയാണ്. ഞാൻ അതിൻ്റെ നോട്ട് എന്താണ് നമ്മുടെ ചാനലിലേക്ക് വിട്ടതാണ്. പക്ഷെ നിങ്ങൾ ആരും കാണാത്തതുകൊണ്ടാണ് ഞാൻ ആ പരിപാടി ക്ലോസ് ചെയ്തത്. പക്ഷെ നിങ്ങൾ കാണാൻ തയ്യാറാവുകയാണെങ്കിൽ എത്ര കഷ്ടപ്പെടാനും ഞാൻ തയ്യാറാണ്. കാരണം ഇതൊക്കെ ചെയ്യാനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യുമ്പോൾ അത്രത്തോളം ആത്മാർത്ഥത്തോട് കൂടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെതായ ഒരു വില തരികയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാനത് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. ഓൾട്ടർനേറ്റീവ് ഡേയ്സ്. ഓക്കെ, അടുത്തതാണ് മലയാളം. മലയാളത്തിൻ്റെ ഇന്ന് നമ്മൾ ഈ കാണുന്ന ഷോർട്സിലും അതേപോലെ തന്നെ ഈ പറയുന്ന വീഡിയോസിൻ്റെ പ്രൊമോയ്ക്ക് വേണ്ടിയിട്ടും ചെയ്യുന്ന മലയാളത്തിൻ്റെ ഗ്രാമറോ അല്ലെങ്കിൽ വിപരീത പദങ്ങളോ അല്ലെങ്കിൽ പഴഞ്ചൊല്ലുകളോ ഒന്നും അല്ല വരുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുക. അതിൻ്റെ അകത്ത് വരുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി ആഫ്റ്റർനൂൺ എന്ന് പറയുന്നത് നമുക്ക് രാവിലെ പരിപാടിയൊക്കെ, അതായത് പഠനമൊക്കെ കഴിഞ്ഞു ഏകദേശം ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെ എന്താണ്, അത്യാവശ്യം കിടന്നൊന്ന് ഉറങ്ങിയാൽ കൊള്ളാം. അല്ലെങ്കിൽ ഇരുന്ന് പഠിക്കുന്നവർ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, സെറ്റിയിലൊക്കെ പോയി കിടന്ന് പഠിക്കും. പിന്നെ അതെന്താവും, ഉറങ്ങി പഠിക്കലാവും. ഓക്കെ, അപ്പം ആ ലെവലിലേക്കൊക്കെയാണ് മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, പഠിക്കുന്ന സമയത്ത് നമ്മൾ കംഫർട്ടായിട്ടുള്ള സ്റ്റേജിൽ നിന്ന് പഠിക്കാതിരിക്കുക. എല്ലാവരും ഇരിക്കുന്ന സ്ഥലത്ത് അപ്പുറത്തേക്ക് എന്താണ് എല്ലാവരും നോക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ, അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അത്യാവശ്യം നമ്മൾ നേരെ ഇരുന്ന് ഒരു കസേരയിൽ ഇരുന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ആ ബാക്ക് ബോൺ എപ്പോഴും നെവരിയിരിക്കുകയാണെങ്കിൽ ഉറക്കം അതേപോലെ തന്നെയുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യും, അതൊക്കെ വലിയ കാര്യമായിട്ട് ഉണ്ടാവാതിരിക്കും. ഓക്കെ, ഇനി എല്ലാവരും എന്ത് ചെയ്യുക, എല്ലാ ദിവസങ്ങളും ഞാൻ ഈ പറഞ്ഞ 75 ടോപ്പിക്സിലെ ഓരോ ടോപ്പിക്സുകളും പഠിച്ചതിന് ശേഷം ഒന്നോലെ ഡെയിലി എന്ത് ചെയ്യുക, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. അല്ലാത്ത ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ചെയ്യുക. അതായത് തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ ചെയ്യുക. നമ്മൾ തിങ്കൾ, ബുധൻ, വെള്ളി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ നിങ്ങൾക്ക് എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യാതെ ബാക്കി ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മാർക്ക് താഴെ എഴുതി വയ്ക്കുക, ഇമ്പ്രൂവ് ആവണ്ടോ. അപ്പം ഇമ്പ്രൂവ് ആവണത് എത്ര വീതം ഇമ്പ്രൂവ് ആവുന്നുണ്ട്, അതേപോലെ എത്ര നെഗറ്റീവ് വന്നു, നെഗറ്റീവ് കുറയുന്നുണ്ടോ, നെഗറ്റീവ് എത്ര, മാക്സിമം ഒരു 3 നെഗറ്റീവിന് അപ്പുറത്തേക്ക് വരാൻ പാടില്ല എന്ന് ശപഥം തന്നെ ചെയ്യുക. അപ്പോഴാണ്, ഒരു നെഗറ്റീവ് വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ 3 എങ്കിലും വരും. അപ്പോൾ നെഗറ്റീവ് ഞാൻ
എന്ത് ചെയ്യത്തില്ല. അറിയാവുന്നത് മാത്രമാണ് ബബിൾ ചെയ്യുന്നുള്ള ശപഥം തന്നെ എടുക്കുക. ഓക്കെ, അടുത്തത് വൊക്കാബുലറി എന്ന് പറയുന്ന സംഭവം. ഇംഗ്ലീഷിന്റെയും മലയാളത്തിന്റെയും നോൺ ഗ്രാമർ, ഒറ്റപ്പദം, വിപരീതം, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന വൺ വേർഡ്, അതാണല്ലോ ഒറ്റപ്പദം. അതേപോലെ തന്നെ എന്താണ് പഴഞ്ചൊല്ലുകൾ, അതേപോലെ ഫേമസ് ആയിട്ടുള്ള ബുക്ക്, ഓതേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് പഠിക്കുക. ഒരു 10 അല്ലെങ്കിൽ ഒരു 15 വെച്ച്, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, പറ്റൂലെങ്കിൽ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നേക്കണ നോൺ ഗ്രാമർ സെഷനെങ്കിലും എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്ത നിങ്ങൾ GK എന്ന് പറയുന്നിടത്ത് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളാണ്. എല്ലാ ദിവസവും നിങ്ങൾ ഇരുന്ന് പഠിക്കുകയാണല്ലോ. അപ്പൊ ഈ ഒരു ടൈം എന്ന് പറയുന്നത്, ഈ 6.5 hours എന്ന് പറയുന്ന ആ ഒരു ടൈമിൽ നിങ്ങളൊരു ഡിസ്ട്രിക്റ്റ് തീർക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഒരു സ്റ്റേറ്റ് നമുക്ക് എന്ത് ചെയ്യുക, ഒന്ന് തീർക്കാനായിട്ട് നോക്കുക, ഒരു സ്റ്റേറ്റ് തീർക്കുക. അതേപോലെ തന്നെ ഒരു റെനൈസൻസ് ലീഡേഴ്സിനെ, ഓക്കെ, അപ്പോൾ കേരള നവോത്ഥാനം എടുക്കുക. ആ നവോത്ഥാനത്തിൽ ഒരു റെനൈസൻസ് ലീഡർ, അതായത് നവോത്ഥാന നായകന്മാർ, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികളോ, വാഗ്ഭടാനന്ദനോ, ബ്രഹ്മാനന്ദ ശിവയോഗിയോ, അങ്ങനെ എന്തെങ്കിലും ഒരെണ്ണം അവിടെ അങ്ങ് തീർക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അത് ഒരു സൈഡിൽ കൂടെ പോവും, സ്റ്റേറ്റ് ഒരു സൈഡിൽ കൂടെ പോവും, ഡിസ്ട്രിക്റ്റ് ഒരു സൈഡിൽ കൂടെ വായിച്ചു വിട്ടേക്കാം. പഠിക്കണ്ട, വായിച്ചു വിട്ടേക്കാം. അതിനൊപ്പം തന്നെ ഞാൻ ഈ തരുന്ന 75 ഹോട്ട് ടോപ്പിക്സ്, PSC എക്സാമിൽ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ഈ 75 ടോപ്പിക്സുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ 100% നിങ്ങൾ എന്നെ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വിത്തിൻ 1 വീക്ക് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മസ്റ്റായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവും. നിങ്ങൾ മസ്റ്റായിട്ടും ആ ഒരു എന്താ പറയുക, ഈ ഒരു സ്റ്റഡി പ്ലാനിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഏകദേശം 6.5 hours ഞാൻ ഈ പറയുന്ന 75 എന്താണ് ടോപ്പിക്സുകൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്നു. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന പോലെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുന്നു, സെറ്റ് ചെയ്യുന്നു. കാരണം നിങ്ങളാണ് അത് സെറ്റ് ചെയ്യേണ്ടത്. കാരണം എനിക്കറിയാൻ പാടില്ല നിങ്ങളുടെ സാഹചര്യം എന്താണെന്നുള്ളതും അതേപോലെ തന്നെ നിങ്ങളുടെ റേഞ്ച് എന്താണെന്നുള്ളതും. ഇംഗ്ലീഷ് അറിയില്ലാത്തവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട എങ്ങോട്ടാ, ഇംഗ്ലീഷിലാണ്. മലയാളം അറിയാൻ പാടില്ലാത്തവർ മലയാളം കോൺസെൻട്രേറ്റ് ചെയ്യണം. ചിലവർക്ക് മാത്സ് വളരെ സിമ്പിൾ ആയിരിക്കും, അവരെന്ത് ചെയ്യുക, മാത്സിൽ നിന്ന് മാറി ബാക്കി. നമുക്ക് പോരായ്മകൾ, നമ്മുടെ പോരായ്മകൾ എവിടെയാണോ, ഏത് ടോപ്പിക്സിലാണോ നമ്മുടെ പോരായ്മകൾ അല്ലെങ്കിൽ നമുക്ക് മാർക്ക് ഇമ്പ്രൂവ് ആവാത്തത്, ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു, നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ആദ്യം തന്നെ ചെയ്തു നോക്കണം. അതിനുശേഷം നിങ്ങളുടെ റേഞ്ച് എന്താണെന്ന് മനസ്സിലാക്കണം. ഈ റേഞ്ച് ഇമ്പ്രൂവ് ആവാനായിട്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണേ, അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അതായത് നമ്മൾ ചുമ്മാ വെറുതെ കണ്ണി കണ്ടവർ പറയുന്ന സ്റ്റഡി പ്ലാനും അതേപോലെ തന്നെ എന്താണ് ആ ഒരു ലെവലിലൊന്നും അല്ല നമ്മൾ പഠിക്കണ്ടേ. നമുക്കാണ് നമ്മളെ അറിയാമുള്ളൂ, നമ്മുടെ റേഞ്ച് എന്താണെന്നുള്ളതും നമ്മുടെ പഠനം എന്താണെന്നുള്ളതും. ചിലവർക്ക് ഒറ്റ സമയം വായിച്ചു കഴിഞ്ഞാൽ തന്നെ അപ്പം തന്നെ കിട്ടും. ചിലവർക്ക് 2, 3, 4 തവണ കേട്ടാലും കിട്ടാത്ത ആളുകളുണ്ട്. അപ്പൊ അവർക്ക് എന്താണ് ഡ്യൂറേഷൻ ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് കുറച്ച് എന്താണ് കൂടി പോകും. അതേപോലെ തന്നെ എന്താണ് ചിലപ്പോൾ അവർ ഈ 6 hours കൊണ്ട് ചിലപ്പോൾ പഠിക്കുന്നത് ഒരു ഡിസ്ട്രിക്റ്റോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റോ മാത്രമായിരിക്കും പഠിക്കണേ. ചിലർ ഇതെല്ലാം ഒരുമിച്ച് പഠിക്കാനായിട്ട് പറ്റും. ചിലർക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് എന്താണ് അത് ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇമ്പ്രൂവ് ആവുന്ന ആളുകളുണ്ടാവും. അപ്പൊ ഓരോരുത്തരുടെയും IQ ലെവൽ എന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല, നിങ്ങളുടെ സാഹചര്യം എന്താണെന്നുള്ളത് അറിയത്തില്ല, നിങ്ങളുടെ റേഞ്ച് എന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല. ഇതൊക്കെ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളെ തന്നെ മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അല്ലാതെ നിങ്ങൾ ഈ കാണുന്ന, അതായത് പല ആളുകളുടെയും സ്റ്റഡി പ്ലാൻ ഞാൻ ഇപ്പോൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇഷ്ടംപോലെ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ അവരുടേതായ രീതിയിൽ ചെയ്തേക്കണ കാര്യങ്ങളാണ്. ഇതൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഈ പറയുന്ന മിഷൻ LDC 2024 ചെയ്തപ്പോൾ നിങ്ങളെ കൊണ്ട് എടുക്കാവുന്നത്ര ഭാരമാണ് ഞാൻ നിങ്ങളെ കൊണ്ട് എടുപ്പിച്ചിട്ടുള്ളൂ. അതിന്റെ റിസൾട്ട് ആയിരുന്നു ഡിഗ്രി ലെവല് പ്രിലിംസ് വന്നു കഴിഞ്ഞപ്പോൾ 53 മാർക്കോളം നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നിന്ന്. അതായത് ഒരു ദിവസം നിങ്ങൾക്ക് 35 മിനിറ്റ് 40 മിനിറ്റ് വരുന്ന ക്ലാസ്സുകളിൽ നിന്നും കിട്ടിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് എത്ര ഈ 55ഓളം മാർക്ക് വന്നത്. അതെന്തുകൊണ്ടാ, നമ്മൾ കണ്ടന്റ് മാത്രമാണ് മക്കളെ ചെയ്തിട്ടുള്ളൂ. 6 മണിക്കൂറും 7 മണിക്കൂറും ഒന്നും ലൈവ് വേണ്ട, വിത്തിൻ 1 hours നിങ്ങൾ മര്യാദയ്ക്ക് കാതൽ മാത്രമാണ് നമ്മൾ പറഞ്ഞോളൂ. അതിന്റെ റിസൾട്ട് ആയിരുന്നു ഈ 53, 55 എന്ന് പറയുന്ന മാർക്ക്. അല്ലാതെ ഞാൻ കോരം മറ്റേ എന്താണ് ഈ പറയുന്ന 10ഉം 15ഉം റാങ്ക് ഫയലും
അതേപോലെ തന്നെ 4 വോളിയത്തിന്റെ മതിയായ റാങ്ക് ഫയൽ എടുത്ത് മൊത്തം ഇരുന്ന് പഠിക്കാനൊന്നും നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ല. ആ വേണ്ടത് മാത്രം നിങ്ങളെ കൊണ്ട് പഠിപ്പിച്ചു. അതിന്റെ റിസൾട്ടാണ്. ഒത്തിരി പേര് എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, സാറേ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം 50-52ഓളം മാർക്ക് കിട്ടാൻ കാരണമായി. അത് ബിഗിനേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസ്, അവരുടെ ആ സന്തോഷം ശരിക്കും ആ ഒരു വാക്ക് മാത്രം മതി. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതൊക്കെ മുന്നോട്ടേക്ക് പോകുന്നത്. കാരണം നിങ്ങൾ തരുന്ന പ്രോത്സാഹനവും അതേപോലെ തന്നെ സപ്പോർട്ടും അതിന് ഒരുപാട് നന്ദിയുണ്ട്. കാരണം നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു 10-250ഓളം സ്റ്റുഡൻസ് ഉണ്ട്. അവർക്കൊക്കെ അവരുടെ ഈ സപ്പോർട്ടും അവരുടെ സ്നേഹമാണ് എന്നെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന ചാനൽ കൊണ്ടോ അതേപോലെ നമ്മൾ ഈ ചെയ്യുന്നതുകൊണ്ടോ പ്രത്യേകിച്ച് യാതൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ സാറേ നമുക്ക് ഇങ്ങനെ സർവീസിൽ കയറി ഒത്തിരി സന്തോഷം എന്നുള്ള ആ ഒരു വാക്ക് മാത്രം, അത്രയേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. അത് മാത്രം മതി. അപ്പൊ എന്ത് ചെയ്യുക, ഇതാണ് സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ റേഞ്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്സ് ഏതാണെന്നുള്ളത് ഒരു ദിവസം 6.5 അവേഴ്സ് എങ്കിലും എന്ത് ചെയ്യുക, ഈ പറയുന്ന ടോപ്പിക്കിലൂടെ ഇറങ്ങി പോകണം. അതിൻ്റെ അകത്ത് CA ഒഴിച്ചുകൂടാനാവത്താണ്. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം സെറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ പഠിക്കേണ്ട ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആഫ്റ്റർനൂൺ സെക്ഷനിൽ സെറ്റ് ചെയ്യുക. അതേപോലെ ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ്, റെനൈസൻസ് ലീഡർ, അതേപോലെ തന്നെ വേണമെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഫ്രീഡം ഫൈറ്റേഴ്സ്, അതിനെയും കൂടി അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയേക്കാം. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ 1 വീക്കിനുള്ളിൽ ഈ 75 ടോപ്പിക്സും പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ അടുത്ത് മെസ്സേജ് അയക്കുക. ഓക്കെ, നമ്മുടെ വാട്സപ്പ് നമ്പർ കമ്മ്യൂണിറ്റി കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട എന്ത് സഹായവും ചെയ്തു തരാൻ ഞാൻ തയ്യാറാണ്. നന്നായിട്ട് പഠിക്കുക. പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക. പഠിക്കാതെ നിങ്ങൾ വന്നിട്ട് എനിക്ക് മാർക്ക് കിട്ടിയില്ല എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. ഏറ്റവും അടുത്ത ദിവസം തന്നെ നമുക്ക് വേണ്ട ആ 75 ഹോട്ട് ടോപ്പിക്സ്, അതായത് നിങ്ങളൊരു ഉദ്യോഗാർത്ഥിയാണ്, PSCക്ക് വേണ്ടിയിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത് തരുന്ന, അതായത് ഹൈലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ആ 75 ടോപ്പിക്സ് അത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. അതോടുകൂടി നിങ്ങൾ ഈ പറയുന്ന ഒരു ടെൻഷനും ഇല്ലാതെ, അതായത് ഇന്ന് ആ ടോപ്പിക്സ് കിട്ടി അന്ന് മുതൽ ഒരു 75 ദിവസമെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ 75 ദിവസത്തെ ടോപ്പിക്സ് നിങ്ങൾക്ക് ഒരു 1 ടൈം അല്ലെങ്കിൽ ഒരു 2 ടൈമെങ്കിലും റിവിഷൻ ചെയ്യാൻ പറ്റി എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ LDC ലിസ്റ്റിലുണ്ടാവും. അതൊരു ബിഗിനർ ആണെങ്കിൽ പോലും ഞാൻ നിങ്ങൾക്ക് തരുന്ന ഗ്യാരണ്ടിയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. ഇതേപോലെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. നിങ്ങൾ തന്നെ നിങ്ങളുടെ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കണം മക്കളെ. പഠിച്ചൊരു ജോലി വാങ്ങി നമ്മൾ എന്ത് ചെയ്യുക, സമൂഹത്തിൽ നമുക്കൊരു വില, നാട്ടിലൊരു വില, അതേപോലെ തന്നെ വീട്ടിലൊരു വില, ഇതെല്ലാം നമുക്കൊരു ജോലി കൊണ്ട് ഈ പറയുന്ന 100-150 ദിവസം കൊണ്ടാവുമെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടിരുന്ന്, നമുക്ക് വേണ്ടിയിട്ടിരുന്ന് പഠിക്കുക. നമ്മളാണ് നമ്മുടെ മോട്ടിവേഷനും നമ്മുടെ എന്താ പറയാ ലൈഫ് എങ്ങനെയാണ് വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടതും നമ്മളാണ്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടാണ് എന്ന് കരുതി തന്നെ മുന്നോട്ടേക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് സർവേശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.